ഐ ലവ് യു റൗഡി. എന്നെ തനിച്ചാക്കരുത്. നീ ഇല്ലാതെ കഴിയില്ല എനിക്ക്. നിന്റെ ജീവിതത്തിൽ നിന്നൊരു കാരണം കൊണ്ടും എന്നെ ഒഴിവാക്കരുത്. സഹിക്കില്ല എനിക്ക്. നിറഞ്ഞ മിഴികളോടെയുള്ള അവരുടെ വാക്കുകൾ അവന് നൽകിയ സന്തോഷം കുറച്ചൊന്നുമല്ല. ഇത്രയേറെ തന്നെ സ്നേഹിക്കുന്ന അഞ്ജലിയെ കാണി അവന്റെ ഹൃദയം പിടഞ്ഞുകൊണ്ടേയിരുന്നു. അവളിലേക്ക് അലിയാൻ വെമ്പുന്ന മനസ്സോടെ. എനിക്ക് ബലമായി പിടിച്ചു വാങ്ങിയ ശീലം നിന്നെയോ അങ്ങനെ സ്വന്താക്കാനാണ് ആഗ്രഹം. അവളുടെ കഴുത്തിലൂടെ മുഖം വരസിക്കൊണ്ട് അവൻ പറഞ്ഞു. പിന്നെ അവളിൽ ചുംബനം ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം അവന്റെ കൈകൾ അവളുടെ ശരീരമാകെ ഇഴഞ്ഞു. അവളിലെ നഗ്നത തേടി അലഞ്ഞു. അതിനുവേണ്ടി അവളുടെ വസ്ത്രങ്ങളെല്ലാം അവൻ അഴിച്ചു മാറ്റി. അഴിഞ്ഞു കിടന്ന അവന്റെ ഷർട്ട് അഴിച്ചു മാറ്റി. അർത്ഥനഗ്നയായ അവളെ കയ്യിലെടുത്തുകൊണ്ട് ശിവ ബെഡിൽ കിടത്തി. അവൾ നാണത്തോടെ വേഗം തിരിഞ്ഞു കിടന്നു. അവളുടെ പുറത്ത് അമർന്നുകൊണ്ട് ശിവ അവളുടെ പിൻകഴുത്തിൽ മുഖമമർത്തി. അവളുടെ ബ്ലൗസിന്റെ വള്ളിയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർക്കിടയിലെ തടസ്സങ്ങളെല്ലാം അവൻ നീക്കി. അവൾ തിരിച്ചു കിടത്തി. അവളുടെ ശരീരമാകെ അവന്റെ ചുണ്ടുകൾ ചലിച്ചു. അവളുടെ ഉള്ളിലെ സ്ത്രീ ഉണരുന്നത് അവൾ അറിഞ്ഞു. അവന്റെ ഭ്രാന്തമായ പ്രണയം അവൾക്ക് നൽകുന്ന നോവുകളെല്ലാം അവളിൽ സുഖം നൽകി. അവന്റെ ദന്തങ്ങൾ പതിയുമ്പോൾ അവൾ അവന്റെ മുടിയിൽ പിടിച്ചു. ഒടുവിൽ അവളെ ചുറ്റി വരിഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ചെറിയ വേദനകളെല്ലാം അവൾ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി. ആ മുറിയിൽ അവരുടെ ശീൽക്കാരങ്ങൾ ഉയർന്നു കേട്ടു. അവരുടെ ശ്വാസഗതി പോലും ഒരുമിച്ചായിരുന്നു. ഒടുവിൽ വിയർത്ത് കുളിച്ച് കിതപ്പോടെ അവൻ അവളുടെ മാറിലേക്ക് വീണു. വീണ്ടും ഉയർന്നു അവളുടെ നെറ്റിയിലെ സിന്ദൂര രേഖയിൽ ചുണ്ടമർത്തി അവൻ തളർന്നു കിടന്നു. അവനെ പൊതിഞ്ഞു പിടിച്ച് അവളും മയങ്ങി. അഞ്ജലി കണ്ണു തുറക്കുമ്പോൾ പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. അടുത്ത് ശിവയില്ലെന്നറിഞ്ഞതും അവൾ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ശരീരത്തിൽ നല്ല വേദന തോന്നി. ഒപ്പം കുഞ്ഞി മുറിവുകളുടെ നീറ്റിലും. ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ചുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റ് ബെഡിൽ ചാരിയിരുന്നു. ശിവ ഇവിടെ പോയി നോക്കിയിരിക്കുമ്പോഴാണ് അവൻ അങ്ങോട്ട് വന്നു. ലുങ്കി മാത്രമായിരുന്നു വേഷം. കയ്യിൽ 2 ഗ്ലാസും ഉണ്ടായിരുന്നു. ഒന്ന് അവൾക്ക് നേരെ നീട്ടി അവൻ അവളുടെ അരികിലിരുന്നു. ഇതെന്താ? ഡാനി പാല് വാങ്ങിച്ചിരുന്നു. നമ്മൾ കുടിക്കാൻ പറഞ്ഞില്ലേ? ആദ്യ രാത്രിയായിട്ട് ഇനി പാലില്ലെന്ന് വേണ്ട. മാത്രമല്ല നിന്റെ ക്ഷീണമൊന്ന് മാറട്ടെ. അതിനിങ്ങനെയല്ല കുടിക്കുക. അഞ്ജലി അവളുടെ ഗ്ലാസ് താഴെ വെച്ച് ശിവയുടെ കയ്യിൽ ഗ്ലാസ് വാങ്ങി കുടിച്ച്. ശിവ എന്താണെന്ന ഭാവത്തിൽ അവൾ നോക്കി. ഒരു ഗ്ലാസ്സിൽ വേണം കുടിക്കാൻ. നിനക്കിതൊക്കെ എങ്ങനെയാ അറിയുന്നത്? അതിനാണ് സിനിമയൊക്കെ കാണുമെന്ന് പറയുന്നത്. വെറുതെ തല്ലുകൊടുത്ത് നടന്നാൽ പോരാ. സിനിമയല്ല ജീവിതം. ആര് പറഞ്ഞു? നമ്മുടെയൊക്കെ ജീവിതം സിനിമയും കഥയൊക്കെ ആവുന്നു. ആയിക്കോട്ടെ, നീ അത് കുടിക്ക്. ഒന്നി തന്നെ നീ ക്ഷീണിച്ചു. അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. ശിവ പോകുന്നുണ്ട്. അഞ്ജലി പതിയെ എഴുന്നേറ്റു. അവൾക്ക് വെള്ളം കുടിക്കാൻ തോന്നി. അവൾ ഡ്രസ്സ് ഇടാൻ വേണ്ടി സാരി നിലത്തുനിന്ന് എടുക്കാമെന്നു ശിവ അങ്ങോട്ട് വന്നു. വെറുതെ എന്തിനാ എനിക്ക് വീണ്ടും പണിയുണ്ടാക്കുന്നത്? അത്രയും പറഞ്ഞ് ശിവ പോയി. അഞ്ജലി ചിരിച്ച്. അവൾ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ ശിവ ഹാളിൽ പായ വിരിക്കുന്നുണ്ട്. അഞ്ജലി അന്തം വിട്ടു. ഇതെന്തിനാ? നമുക്ക് കുറച്ചേരം സിനിമ ആണ്. നീ പറഞ്ഞ പോലെ ജീവിതം ഉണ്ടോ നോക്കാലോ. ശിവ തന്നെ തലയിണ കൊണ്ടുവന്നിട്ടു. അഞ്ജലി വെള്ളം കുടിച്ചുകൊണ്ട് ശിവയുടെ പ്രവൃത്തികൾ നോക്കിക്കണ്ടു. ദേഹത്തെ ചുറ്റിയ പുതപ്പ് ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന അഞ്ജലിയെ കണ്ട് ശിവ ചിരിച്ച്. നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടത് പിടിച്ചു നിൽക്കുന്നത്? ഇവിടെ ഇപ്പം ആര് കാണാനാ? അയ്യടാ, എനിക്കൊരു കഷ്ടപ്പാടുമില്ല. മോൻ്റെ ജോലി നോക്ക്. TV ഓൺ ചെയ്ത് ശിവ കിടന്നു. അഞ്ജലിയും അവൻ്റെ അരികിൽ പോയി കിടന്നു. അവൻ്റെ നെഞ്ചിൽ തലയായിച്ചു. അവളുടെ മുടിയിൽ തലോടി അവനും കിടന്നു. ശിവ ചാനൽ മാറ്റി മാറ്റി വന്നു. ഹിന്ദി ചാനൽ വെച്ചത് അഞ്ജലി മുഖം പൊക്കി അവനെ നോക്കി. ധാരാവി പോണെന്ന് വല്ല ആഗ്രഹമുണ്ടോ? എന്ത്? അല്ല, ഹിന്ദി വെച്ചോണ്ട് ചോദിച്ചതാ. ഹിന്ദി ഫിലിംസാണ് റൊമാൻറ്റിക്. അപ്പോൾ റൗഡി ഫിലിംസൊക്കെ കാണുമോ? കുറച്ചൊക്കെ. പക്ഷെ നിന്നെപ്പോലെ ആദ്യരാത്രി സീനൊന്നും കാണാറില്ല. അവൾ അവൻ്റെ കയ്യിൽ പതിയെ അടിച്ചു. അഞ്ജലിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. എങ്കിലും അതിൽ തന്നെ നോക്കി അവനെയും കെട്ടിപ്പിടിച്ച് കിടന്നു. പെട്ടെന്നാണ് TV സോങ് വന്നു. അത് കണ്ടതും അഞ്ജലി കണ്ണുമിഴിച്ചു. അവൾ ശിവയെ നോക്കാതെ വേഗം തിരിഞ്ഞു കിടന്നു. ശിവ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞതും അഞ്ജലി അവൻ്റെ കൈ പിടിച്ചു വെച്ചു. റൗഡി, അത് മാറ്റൂ. നീയല്ലേ പറഞ്ഞു സിനിമ ജീവിതമാണെന്ന്. അപ്പൊ ഇതും ജീവിതമല്ലേ? അവൾ മറുപടി പറയാതെ തന്നെ കിടന്നു. അവളുടെ പ്രവൃത്തി കണ്ട് ശിവ ചിരിയോടെ അവൾ തിരിച്ചു കിടത്തി. അവളുടെ മുകളിൽ കയറി കിടന്നു. അടുത്ത നിമിഷം തന്നെ അവന്റെ സിരികളിൽ ചൂട് പിടിച്ചു. അവളോടുള്ള അടങ്ങാത്ത പ്രണയം കാമമായി മാറി. അവളുടെ ദേഹത്തെ പുതപ്പിനുള്ളിലേക്ക് കയറിക്കൊണ്ട് അവൻ വീണ്ടും അവളിലെ സ്ത്രീയെ തേടിപ്പോയി. പുറത്ത് ശക്തിയായി പെയ്യുന്ന മഴ പോലെ അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ഇടിവെട്ടുന്ന മഴ പോലെ ഒഴുകി ഇറങ്ങിക്കൊണ്ടേയിരുന്നു. അവരുടെ പ്രണയം അവസാനിക്കുന്നില്ലെന്ന് പറയും പോലെ. തലക്ക് നല്ല കരം തോന്നിയപ്പോഴാണ് അഞ്ജലി കണ്ണു തുറന്ന്. വെളിച്ചം കണ്ടപ്പോൾ നേരം വെളുത്തെന്ന് മനസ്സിലായത് അവൾ തലചരിച്ച് നോക്കി. അവളെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ശിവയെ തന്നെ നോക്കി അങ്ങനെ കിടന്നു.
അവൻ്റെ കവിളിലൂടെ തലോടി അവൻ്റെ നെറ്റിയിൽ ചുംബിച്ച്. ഇനി എൻ്റെ ഓരോ ദിനവും ഈ മുഖം കണ്ടു വേണം എനിക്ക് ഉണരാൻ. അവൻ്റെ കൈമാറ്റി അവൾ എഴുന്നേറ്റിരുന്നു. തലേ രാത്രിയിലെ ഓർമ്മകൾ അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയായി തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. മുറിയിൽ പോയി ഡ്രസ്സ് എടുത്ത് അവൾ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞ് ഇടാൻ ടോപ്പിൽ ലെഗിൻസുമായിരുന്നു അവൾ കൊണ്ടുപോയത്. പക്ഷേ അത് ഇട്ട് വന്ന് അവൾ മുറിയിൽ വന്നത് മാറ്റി സാരി ഉടുത്തു. അമ്പലത്തിൽ പോകണമെന്ന് കരുതിയാണ് അവൾ സാരി ഉടുത്ത് റെഡിയായത്. എല്ലാം കഴിഞ്ഞ് അവൾ ശിവയെ നോക്കുമ്പോൾ അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു കുസൃതി തോന്നി അവൾ മുടിയിലെ വെള്ളം അവൻ്റെ മുഖത്തേക്ക് ഉടഞ്ഞുകൊണ്ട് വേഗം എഴുന്നേറ്റ് മുറിയിൽ പോയി. ശിവ ഉണർന്ന് ചുറ്റും നോക്കി. മുഖം കൈകൊണ്ട് തുടച്ച് അവൻ എഴുന്നേറ്റിരുന്നു. അഞ്ജലി മുറിയിലിരിക്കുന്ന കണ്ട് അവൻ അവളെ മാടി വിളിച്ചു. അഞ്ജലി ഒന്നും അറിയാത്ത പോലെ വന്നു. അവൻ എഴുന്നേറ്റ് അവൾക്ക് നേരെ നിന്നു. അഞ്ജലിക്ക് പേടി തോന്നിയെങ്കിലും പുറത്തു കാട്ടിയില്ല. നീ എങ്ങോട്ടടി രാവിലെ തന്നെ സാരി കൊടുത്തു? ഞാനല്ല, നമ്മൾ അമ്പലത്തിൽ പോയി വരാം. രാവിലെ തന്നെ പോയി അങ്ങയുടെ സ്വൈരങ്ങളാരല്ലേ? എൻ്റെ കൺട്രോൾ അഞ്ഞിട്ട് ഇപ്പം നീ പോവണ്ട. അവളെ പിടിച്ച് മേശയിലെത്തിക്കൊണ്ട് ശിവ പറഞ്ഞു. അവളിലേക്ക് മുഖം അടുപ്പിക്കാൻ നിന്നു. വാതിൽ മുട്ടുകേട്ടു. അഞ്ജലി ചിരിയോടെ വേഗം മേശയിൽ നിന്ന് ചാടിയിറങ്ങി. ശിവ ദേഷ്യത്തിൽ വാതിൽ തുറന്നു. മുന്നിൽ കയ്യിൽ കുറെ കവറുകളുമായി ഡാനി ചിരിയോടെ നിൽക്കുന്നു. ഞാൻ കറക്റ്റ് സമയത്തല്ലേ ഒന്ന്? ശിവ ഡാനിയെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. അഞ്ജലി വാപത്തി ചിരിച്ചു. ഡാനിക്ക് ഏകദേശം കാര്യം മനസ്സിലായതും അവൻ ശിവയെ നോക്കി ഇളിച്ചു. അവൻ ശിവയെ തള്ളി മാറ്റി അകത്ത് കയറി. അഞ്ജലിയുടെ അടുത്ത് കവറെല്ലാം കൊടുത്തു. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി വേണ്ട എന്താന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. അഞ്ജലി ശരിയും തലയാട്ടി സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ചു. അവളെ സഹായിക്കേണ്ട ഡാനിയും കൂടി. ഇതെല്ലാം കണ്ട് ശിവ കുളിക്കാൻ കയറി. അവൻ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ അഞ്ജലിയും ഡാനിയും ചായ കുടിക്കുകയായിരുന്നു. ശിവ വന്ന് കണ്ട് അഞ്ജലി അവനൊരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുത്തു. നിന്റെ കെട്ടിയോളായതുകൊണ്ട് പറയില്ല ശിവ, ചായ വായിൽ വെക്കാൻ കൊള്ളത്തില്ല. എന്നാലേ ഇങ്ങോട്ട് വന്നേ, ഞാൻ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യും. അത് പിന്നെ എനിക്ക് ദാഹം തോന്നിയുണ്ടല്ലേ? ദാഹം ഉണ്ടെങ്കിലേ വെള്ളം എടുത്ത് കുടിക്കുക. ഓ, ഇതുവരെ ഒരെണ്ണത്തിന് സഹിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ 2 ചീവിടലും കൂടി. ശിവ അവരെ നോക്കി പറഞ്ഞു. അഞ്ജലി ഡാനിയെ പരസ്പരം നോക്കി ചിരിച്ചു. അവർ ഒരുമിച്ച് സംസാരിച്ചിരുന്നു. അഞ്ജലിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ശിവക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലേക്കുള്ള ഭക്ഷണം അവൻ പുറത്തുനിന്ന് വാങ്ങിച്ചു. ശിവക്ക് കോൾ വന്നു. അവൻ അഞ്ജലിയോട് പറഞ്ഞ് പുറത്തുപോയി. ഡാനി അവൻ്റെ കൂടെ പോയി. അവർ പോയതും അഞ്ജലി അവളെ കൊണ്ട് കഴിയും പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ നോക്കി. ഡാനി കുറച്ച് പാത്രങ്ങളും പലചരക്കും പച്ചക്കറികളുമായിരുന്നു കൊണ്ടുവന്ന്. ഫോണിൽ യൂട്യൂബിൽ നോക്കി ഒരുവിധം റെഡിയാക്കി. ഉച്ചയായിട്ട് ശിവ ഇരുന്ന് കാണാതെ വന്നു. അവൾ അമ്മുവിനെയും ലക്ഷ്മിയമ്മയും കാണാമെന്ന് കരുതി താഴേക്ക് പോയി. അവളെ കണ്ടതും ലക്ഷ്മിക്ക് സന്തോഷമായി. അമ്മു സ്കൂളിലായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് അവൾ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ശിവയുടെ ബൈക്ക് അവളുടെ കണ്ണിൽപ്പെട്ടത്. അവൾ സന്തോഷത്തോടെ മുകളിലേക്ക് ഓടിക്കയറി. അവൾ ചെല്ലുമ്പോൾ ശിവ കസേരയിൽ തലക്ക് കൈ കൊടുത്തിരിക്കുന്നതാണ് കണ്ടത്. എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അഞ്ജലി വേഗം അവൻ്റെ അരികിൽ വന്നു. അവൾ വന്നതെന്ന് കണ്ടതും ശിവ അവളെ ദേഷ്യത്തിൽ നോക്കി. നീ എവിടെ ആയിരുന്നടി? ഞാൻ ലക്ഷ്മി അമ്മയുടെ അവിടെ. എന്തേ? നിന്നോട് ആരാടി ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞേ? ഞാൻ വെറുതെ ഭക്ഷണം ഉണ്ടാക്കിയില്ല. എന്തപ്പം തെറ്റ്? നിന്നെ ഇവിടെ അടുക്കളക്കാരി ആക്കാനല്ല ഞാൻ വിവാഹം കഴിച്ച്. എൻ്റെ ജോലി ചെയ്ത് എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാനല്ലേ? അതിനിപ്പോൾ എന്താ ഉണ്ടായി? ഇതൊക്കെ ജോലിയാണോ? നീ നിന്റെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാറുണ്ടോ? അഞ്ജലി മിണ്ടിയില്ല. അടുക്കളക്കാരി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിരുന്നില്ല. പക്ഷെ അവൾ ശിവയെ നോക്കാതെ വേഗം മുഖം തിരിച്ചു നിന്ന്. എപ്പോഴെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാ ദാനി ഇതെല്ലാം കൊണ്ടുവന്ന്, അല്ലാതെ നീ വെച്ച് വിളമ്പി തരാൻ വേണ്ടിയല്ല. റൗഡിയുടെ പ്രശ്നം എന്താ? ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. ശരി, ഉണ്ടാക്കില്ല, പോരെ? ശിവ ദേഷ്യം നിയന്ത്രിച്ചു. വീട്ടിൽ വന്നപ്പോൾ അഞ്ജലി പാകം ചെയ്തു വെച്ച ഭക്ഷണം കണ്ട് ശിവക്ക് ദേഷ്യം വന്നു. തനിക്ക് വേണ്ടി അവൾ അതെല്ലാം ചെയ്തു എന്ന് ഓർത്തപ്പോൾ അവന് സങ്കടമാണ് തോന്നിയത്. അവളുടെ ജീവിതം തനിക്ക് വേണ്ടി കളയുന്നില്ല എന്ന തോന്നലാണ് ദേഷ്യം നുരഞ്ഞു പൊന്തിയത്. ശിവ അവളുടെ അടുത്ത് വന്ന് അവളെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. അഞ്ജലി ചിരിച്ചുകൊണ്ട് അവനെ നെഞ്ചിൽ ചാഞ്ഞു. നീ ഇതൊന്നും ചെയ്യണ്ട. നിന്റെ ജീവിതത്തിൽ ഞാൻ കാരണം. ഞാൻ ഇതെല്ലാം ചെയ്ത് ഇഷ്ടത്തോടെ തന്നെയാണ്. അവൻ പറയും മുന്നേ തന്നെ അഞ്ജലി ഇടക്ക് കയറി പറഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശിവ നിന്നു. ശിവയുടെ മനസ്സിൽ തൻ്റെ ജീവിതം അവനു വേണ്ടി കളയുമോ എന്ന പേടിയാണെന്ന് അഞ്ജലിക്ക് മനസ്സിലായി. അവൻ്റെ മനസ്സ് മാറ്റാനെന്നോണം അഞ്ജലി തിരിഞ്ഞുകൊണ്ട് അവൻ്റെ കോളറിൽ പിടിച്ചു. ഏയ് റൗഡി, നിന്നോട് ഞാൻ പറഞ്ഞില്ലടി അങ്ങനെ വിളിക്കല്ലേന്ന്. ഞാൻ വിളിക്കും, എനിക്ക് തോന്നുമ്പോൾ തോന്നുന്നു വിളിക്കും. ചിലപ്പോൾ റൗഡിന്ന് വിളിക്കും, കെട്ടിയവരെന്ന് വിളിക്കും, ചെക്കാന്ന് വിളിക്കും, എടാന്ന് വിളിക്കും, പോടാന്ന് വിളിക്കും, എന്ത് വേണമെങ്കിലും വിളിച്ചു. പക്ഷെ അതുപോലെ വിളിച്ചാൽ നിനക്ക് തന്നെ പണിയാവും, നമ്പ്യാരുടെ മോളെ. അതെന്താ ശിവക്ക് അത്രേ കണ്ടുള്ളൂ? നിന്റെ തന്ത പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ നോക്കിയത് ഓർമ്മയുണ്ടോ? അന്നത്തെ പെർഫോമൻസിലടക്കം നീ ഇവിടെ വന്ന് എനിക്ക് ഉമ്മെന്നും അന്നത്തെ വെല്ലുവിളി എല്ലാം കൂടെ നിനക്കിട്ട് ഞാൻ തിരിച്ചു തന്നാലേ എൻ്റെ മോള് താങ്ങത്തില്ല. എന്താ അന്നത്തെ ഓസ്കാറിയുടെ ഉദ്ദേശമുണ്ടോ മിസ്റ്റർ റൗഡി? വേണോ? തന്നാ വാങ്ങും. അവൾ വശ്യമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടിൽ തലോടി. അവൻ്റെ മിഴികൾ അവളുടെ ചുണ്ടിൽ തന്നെയാണെന്ന് കണ്ട് അഞ്ജലിയുടെ ഹൃദയം തുടിച്ചു. അവളുടെ ഇടുപ്പിലെ പിടിയാവ് മുറുക്കിയതും അഞ്ജലി പിടഞ്ഞു പോയി.
അവളുടെ കണ്ണിലെ പിടച്ചിൽ കണ്ട് ശിവ പതിയെ ചിരിച്ച്. ഇന്നലത്തെ പോലെ ആവില്ല, സ്ട്രോങ് കൂടും. അവൾ കാലുയർത്തി അവൻ്റെ തോളിൽ കൈകുത്തി പൊന്തി വന്നു. അവൻ്റെ മൂക്കിൽ മൂക്കുരസി തോളിലൂടെ കൈ ചുറ്റിപ്പിടിച്ച് അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. എൻ്റെ റൗഡിയുടെ തെമ്മാടിത്തരം ഞാൻ സഹിച്ചോളാം. അടുത്ത നിമിഷം തന്നെ അവൻ്റെ അധരങ്ങൾ അവളുടെ ചുണ്ടുകളെ കവർന്നു. അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു പോയി. ഒരു കൈ കൊണ്ട് അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ മുഖം അവനിലേക്ക് അടുപ്പിച്ച് മറുകൈ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവളെ പിടിച്ച് മേശയിലിരുത്തി. അപ്പോഴും അവൻ അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. ചുംബനം ചുണ്ടിൽ നിന്ന് കഴുത്തിലേക്കും ഒടുവിൽ അവളുടെ മാറിലേക്കും ഒഴുകാൻ തുടങ്ങി. അവൻ്റെ ഓരോ സ്പർശനവും അവളെ തളർത്തി. അവൻ്റെ ചുംബനം അവൾ അടിമയാക്കി. ഓരോ നിമിഷവും അവൾ അത് കൊതിച്ച്. അവൻ്റെ കൈകൾ അവളുടെ സാരി കാലിൽ നിന്നുയർത്തി തുടയിലേക്ക് പൊക്കി. കുസൃതി കാണിക്കുന്ന അവൻ്റെ കൈകളെ അവൾ പിടിച്ചു വെച്ചു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവളുടെ കൈകളെ അവൻ ബന്ദിയാക്കി. ആഴമേറിയ അവൻ്റെ പ്രണയം അവളിലേക്ക് ഒഴുകുന്ന നിമിഷങ്ങളായിരുന്നത്. അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവളിലെ ചുംബനം നിർത്താതെ തന്നെ ശിവ വാതിലടച്ച് കുറ്റിയിട്ടു. മുറിയിലെ ബെഡിൽ കിടത്തി അവൻ എഴുന്നേറ്റ് നിന്നു. അഞ്ജലി നാണം കൊണ്ട് വേഗത്തിൽ തിരിഞ്ഞു കിടന്നു. ഷർട്ട് അഴിച്ചു മാറ്റി ശിവ മുറിയുടെ വാതിൽ ചാരി. അഞ്ജലി കണ്ണു തുറക്കുമ്പോൾ സമയം സന്ധ്യയോട് അടുത്തിരുന്നു. അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. ശിവ നല്ല ഉറക്കത്തിലായിരുന്നു. നിലത്ത് കിടക്കുന്ന ശിവയുടെ ഷർട്ട് എടുത്തിട്ട് അവൾ ഫോണെടുത്ത് സമയം നോക്കി. അപ്പോഴാണതിൽ രമേശിൻ്റെയും ഗൗതമിൻ്റെയൊക്കെ മിസ് കോൾ കണ്ടത്. അവൾ ആദ്യം തന്നെ രമേശിനെ വിളിച്ചു. മോളെ അഞ്ജു. ആ പപ്പ, ഞാൻ ഉറങ്ങിപ്പോയി, അതാ ഫോൺ എടുക്കാണ്ടിരുന്നു. ആണോ? ശിവ എവിടെ? ഇവിടെ ഉണ്ട്, ഉറങ്ങുക. വിളിക്കണം? വേണ്ട മോളെ, അവനെ ഞാൻ വിളിച്ചോളാം. നിങ്ങളിങ്ങോട്ട് ക്ഷണിക്കുന്ന കാര്യം പറയാനായിരുന്നു. എന്നാ പപ്പ? നാളെ. പിന്നെ രാഘവ് യാമിനിയും വന്നിട്ടുണ്ട്. ആണോ? ഗൗതമിൻ്റെ അച്ഛനും അമ്മയുമാണ് രാഘവ് യാമിനി. കുറച്ചു നേരം കൂടെ രമേശിനോട് സംസാരിച്ചു കഴിഞ്ഞ് അഞ്ജലി ഗൗതമിനെ വിളിച്ചു. ഓ, റൗഡിയെ കിട്ടിയപ്പോൾ നമ്മളൊന്നും വേണ്ട അല്ലേ? അയ്യ, നിനക്കല്ലേ നിന്റെ പപ്പയും വന്നപ്പോൾ എന്നെ വേണ്ടാത്ത? നീ എങ്ങനെ അറിഞ്ഞു? പപ്പ പറഞ്ഞു. അല്ല, എന്താ പെട്ടെന്ന് ലാൻഡിങ്? നിനക്കിട്ടൊരു പണി എന്തോ മണക്കുന്നുണ്ടല്ലോ. നിനക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അതേ മോളെ, എന്നെ കൂടെ കൊണ്ടുപോകാൻ വന്നാ. എന്നിട്ട് നീ പോവാണോ? ഗൗതം പോകുന്നതെന്ന് കേട്ടപ്പോൾ അഞ്ജലിക്ക് സങ്കടമായി. ചെറുപ്പം മുതലുള്ള കൂട്ടാണ്. അവനില്ലാതെ അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഒരു വിളിപ്പുറത്തുണ്ടാവുമെന്ന് കരുതിയിരുന്നു. പക്ഷേ അഞ്ജു, ഞാൻ പൊക്കോടാ, നിന്റെ ഭാവിക്ക് വേണ്ടിയല്ലേ. പിന്നെ ഭാവി എന്നെ കൂടെ അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ ബിസിനസ് കൂട്ടണം. അല്ലാണ്ടെന്താ? അവൻ്റെ സ്വപ്നം എന്താണെന്ന് അഞ്ജലിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അവൻ ആകെ ഷെയർ ചെയ്തിട്ടുള്ളൂ അവളോട് മാത്രമായിരുന്നു. ചെറിയച്ഛനോട് ഞാൻ സംസാരിക്കണോടാ? വേണ്ടടി, നീ വിട്ടെ. അല്ല, നമ്മുടെ റൗഡി ബേബിയുടെ ജീവനോടുണ്ടോ? പോടാ, ഞാൻ നാളെ വരുന്നുണ്ട്. പപ്പ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കാണാം കേട്ടോ. പഴയ പോലെ നമുക്ക് കൂടാം. നിന്റെ ചെക്കനും കൂടി ആകുമ്പോൾ ഉഷാറാവും. ഓക്കേടാ. അഞ്ജലി ചിരിയോടെ ഫോൺ വെക്കുമ്പോൾ മനസ്സിൽ ഗൗതം പോകുന്ന സങ്കടം മാത്രമായിരുന്നു. അവൾ ഫോൺ വെച്ച് എഴുന്നേൽക്കാൻ നിൽക്കുമ്പോഴാണ് കയ്യിൽ പിടി വീണത്. അവൾ തിരിഞ്ഞ് ശിവയെ നോക്കി. അവൻ അവൾ നോക്കി കിടക്കുകയായിരുന്നു. എന്തു പറ്റി? മുഖത്തൊരു വാട്ടം. ഗൗതം, അവൻ പോവാണെന്ന്. അതിനെന്താ? അത് പിന്നെ ചെറുപ്പം മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു സങ്കടം. എൻ്റെ ഭാര്യയുടെ സങ്കടം മാറ്റാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ശിവ അവളുടെ മടിയിലേക്ക് കയറി കിടന്നു. അവൾ അവനെ മുടിയിലൂടെ വിരലോടിച്ച്. ശിവ കണ്ണടച്ച് കിടന്നു. അല്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ എന്നും ഉണ്ടാവില്ല അല്ലേ? അതെനിക്കറിയില്ല, പക്ഷെ നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. ഓ പിന്നെ, ഇതൊക്കെ ഇപ്പം പറയും. 2-3 മാസം കഴിഞ്ഞാൽ പിന്നെ അതിനെ നോക്കുപോലും ചെയ്യില്ല. നിന്റെ ഈ മരമോന്ത കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റുമടി. എന്നാലും നിങ്ങളെ ഞാൻ സമ്മതിച്ചു. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ജാട, ദേഷ്യം, അടി. അന്നടിച്ച അടിയുടെ വേദന ഇപ്പോഴും പോയിട്ടില്ല. ആ വേദന മാറാൻ നമുക്ക് അയ്യരുടെ മസാല ദോശ കഴിച്ചാലോ? ശിവ പറഞ്ഞു. അഞ്ജലി ഓക്കെ പറഞ്ഞു. അവർ റെഡിയായി ഇറങ്ങി. അഞ്ജലി ജീൻസും ലെങ്ത് കൂടിയ ടോപ്പുമായിരുന്നു. ശിവ പതിവിന് വിപരീതമായി മുണ്ടാണ് ഉടുത്തത്. കല്യാണത്തിന് മാത്രമാണ് ശിവ മുണ്ടെടുത്ത് അഞ്ജലി കണ്ടത്. മുണ്ടും ബ്ലാക്ക് ഷർട്ടും ഇട്ട് അവനെ കണ്ട് അവൾ നോക്കി നിന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്ന കടയിൽ. റോഡ് സൈഡിലുള്ള ചെറിയ തട്ടുകടയായിരുന്നു. ശിവയെ കണ്ട് ആളുകൾ പേടിച്ച് മാറി നിൽക്കുന്ന അഞ്ജലി കണ്ടു. അഞ്ജലി ഒരു മരച്ചുവട്ടിൽ നിർത്തി ശിവ 2 പ്ലേറ്റിൽ ദോശ കൊണ്ടുവന്നു. ഒപ്പം 2 സ്റ്റൂളും അവൻ കൊണ്ടുവച്ചു. അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു. അഞ്ജലിയുടെ വേഗം കഴിഞ്ഞും ശിവ ഒന്നുകൂടെ വാങ്ങി അവൾക്ക് കൊടുത്തു. അവൾ അതും വേഗം കഴിച്ചു. ശിവ അവളെ നോക്കി. അവൾ അവനെ നോക്കി വിളിച്ചു കൊടുത്തു. ഇതൊക്കെ എങ്ങോട്ടടി പോകുന്നത്? അതെ, കൂടുതൽ കഴിച്ചാൽ എനിക്ക് സ്റ്റാമിന ഉണ്ടാവും. അഞ്ജലി അവൻ്റെ കാതിൽ പതിയെ സ്വകാര്യം പറഞ്ഞു. ശിവ ചിരിച്ചുകൊണ്ട് അവൾക്ക് ഒന്നുകൂടെ വാങ്ങിക്കൊടുത്തു. സ്റ്റാമിന കുറച്ചുകൂടെ ഇരുന്നോട്ടെ, എനിക്ക് ആവശ്യമുണ്ട്. പോടാ. ശിവ അവനൊന്ന് വാങ്ങിയിരുന്നു. അഞ്ജലി അവിടെ കഴിച്ചു കഴിഞ്ഞ് ശിവയുടെ പ്ലേറ്റിൽ നിന്നെടുത്ത് തിന്നാൻ തുടങ്ങി.
അവളുടെ കുറുമ്പ് കണ്ട് ശിവ അവൾ തന്നെ നോക്കിയിരുന്നു. ഹേയ് അഞ്ജു! ദൂരെ നിന്നൊരു വിളി കേട്ട് അഞ്ജലി ശിവയെ ഒരുമിച്ച് അങ്ങോട്ട് നോക്കി. അഞ്ജലിയുടെ ക്ലാസ്സിലെ 2 കുട്ടികളായിരുന്നു. അവരെ കണ്ടതും അഞ്ജലി വേഗം എഴുന്നേറ്റ് കൈ കഴുകി അവരുടെ അടുത്തേക്ക് പോയി. നീ എന്താ അഞ്ജു ഇവിടെ ഭക്ഷണം കഴിക്കാൻ? അല്ലാണ്ടെന്താ? ഇവിടെന്നോ? നീ ഈ ലോക്കൽ തട്ടുകളിൽ നിന്ന് കഴിക്കോ? നീ 5 സ്റ്റാർ ഹോട്ടലിൽ മാത്രമേ കയറിയുന്നുള്ളൂ? ആ ചോദ്യം കേട്ട് അഞ്ജലിയുടെ മിഴികൾ നേരെ പോയത് ശിവയിലേക്കാണ്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശിവ അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ ആശ്വാസത്തോട് നെറുവേർപ്പെട്ടു. അല്ല, നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് കേട്ടു. ചെക്ക അമേരിക്കയിലാണ്. എവിടെ നിന്റെ ഹബ്ബി? അഞ്ജലി ഉത്തരം പറയാൻ കഴിയാതെ കുഴഞ്ഞു. ഇതെല്ലാം മാറിയെന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ശിവ. എന്താടി ഒന്നും മിണ്ടാത്തെ? ഇനി നീയോ അമേരിക്കയിൽ പോവോ? നിന്റെ സ്വപ്നം പോലെ ഇനി ജീവിക്കാതെ നിനക്ക്. നിന്റെയൊക്കെ ഭാഗ്യം. അവരുടെ ഓരോ വാക്കുകളും ചെന്നുകൊണ്ട് ശിവയുടെ ഹൃദയത്തിലാണ്. അർഹതയില്ലാത്ത നേടിയെടുത്തെന്ന കുറ്റബോധം അവനിൽ നിറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം.